ഹലോ സുഹൃത്തുക്കളെ, ഇതാ ഇവിടം വരെ. സത്യത്തിൽ ഇതാ ഹെഡിങ് ഇതിന് ശരി. ഇത് പെട്ടെന്ന് നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു എക്കോ ടൂറിസം തൊടുകാപ്പുഴ ആണ് ഇത്. അപ്പോൾ നമ്മൾ അവിടേക്ക് വന്നതാണ്. പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ് സുഹൃത്തുക്കളോടത്ത്. അവിടെ എൻട്രി ഫീസ് 25 രൂപയാണോ 20 എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എൻട്രി ഒക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയി. ഇതുപോലെ തന്നെ കടുത്ത വേനലിലൊരു ദിവസമാണ് ഞങ്ങൾ പോയത്, കഴിഞ്ഞ വർഷത്തിൽ. അപ്പോൾ നമ്മളെ ഈ മൊബൈലിലെ സ്റ്റോറേജിൽ കുറേ ഇങ്ങനെ കിടക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു വ്ളോഗാണ് ചെയ്താലോ എന്ന് ഒരു ഇത്. അപ്പോൾ അങ്ങനെ ഇട്ടാണ്. പിന്നെ ഇതുപോലെ പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് ഞങ്ങൾ പ്രിപ്പയർ ആയിട്ടൊന്നുമല്ല പോയത്. അതിലവിടെ പോയി, പിന്നെ ടിക്കറ്റ് എടുത്തു, ചുറ്റി കണ്ടു. ഇപ്പോൾ ഞങ്ങൾ കരുതിയിരുന്നത് എക്കോ ടൂറിസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പച്ചപ്പ് കാര്യങ്ങൾ, പിന്നെ പക്ഷികൾ, മൃഗങ്ങൾ, അങ്ങനെയൊക്കെ എന്നൊക്കെ കരുതിയിരുന്നത്. പക്ഷെ അവിടെ ഒന്നുമില്ല. കാരണം വേനലായതുകൊണ്ട് മരങ്ങളൊക്കെ ഇല പൊഴിച്ച് ഭയങ്കര വെയിലും ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ കാണാനുള്ളത് കുറേ പാറപ്പുറം, അതിലിങ്ങനെ മണ്ണ് ഓടിച്ചാടി കളിക്കുക കുട്ടികൾക്കൊക്കെ. പിന്നെ വീഴത് വളരെ ശ്രദ്ധിക്കണം, വലിയ പാറകളാണ്. പിന്നെ കുറേ ഓടകൾ, പിന്നെ 2 കിലോമീറ്ററോളം നമുക്ക് നടക്കാം. അതാണ് വെച്ചെങ്കിൽ ടാറിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അവർ വെട്ടിയുണ്ടാക്കിയ വഴികൾ കൂടി, സാധാരണ ഊട് വഴി പോലെ ഇച്ചിരി വീതിയൊക്കെ ഉണ്ട്, നമുക്ക് പരന്ന് നടക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കാരണം കടുത്ത വേനലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അവിടെ എത്തി. അവിടെ പോയി വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടാണ്, കയ്യിൽ വെള്ളമൊക്കെ കരുതിയിട്ടാണ് അവിടേക്ക് പോയത്. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് ഇടിയും മഴയും മിന്നലും, അതും അതിഗംഭീരമായി. അപ്പോൾ ഈ കുട്ടികളും വലിയ ആളുകൾക്കൊക്കെ നടന്നു പോകാൻ 2 കിലോമീറ്റർ ലോങ് ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ അതിലൊരു മഴ വരിക, അല്ലെങ്കിൽ നല്ല വെയിൽ വന്നു കഴിഞ്ഞാൽ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തോളം നടക്കന്നെ വേണം. എന്നാൽ തന്നെ അവിടെ എത്തുള്ളൂ. പിന്നെ അവർ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. അങ്ങനെ മഴ വന്നു, എല്ലാവരും മൂടി നനഞ്ഞ് കുതിർന്ന്. പിന്നെ കുട്ടികളും തട്ടി ഈ മഴയത്തും അവിടെ എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആ മഴ തോരോളം അവിടെ ഇരുന്നു. കാരണം ഞങ്ങൾക്ക് വണ്ടിയുടെ അടുത്തേക്ക് എത്തണ്ടേ. വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടും കാര്യമില്ല, റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു. കാരണം വെള്ളക്കെട്ടുകൾ അത്രക്കും കൂടുതലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്കൊക്കെ അടുത്തുള്ളതാവുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാനും ഇരിക്കാനൊക്കെ ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ. എനിക്കങ്ങനെയാണ് തോന്നിയത്. ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഞാൻ പോയ സമയമായിരിക്കാം എനിക്കിഷ്ടപ്പെടാതിരിക്കാൻ കാരണം. ഓക്കെ.